जिंगलिया सितरा कोले सिलकराल जिंगलिया जिंगलिया सितरा कोले कलकराल कावचाले सुकावचाले मचत्तिरम सुतुम करनाले पता मचाने पता बचाने मते कुची बचा करनाले अड़वटाइले स्वामी तूड़ा में तोइले नीदो जिंगलिया जिंगलिया सितरा कोले सिलकराले जिंगलिया जिंगलिया सितरा कोले कलकराले Hello everyone and welcome to Grand Magical Circus. Grand Magical Circus in ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീക്കിൽ നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായി കാണും അല്ലേ? ഇവിടെ സർക്കസ് ഉണ്ട്, മാജിക് ഉണ്ട്, കോമഡി ഉണ്ട്, കളർഫുൾ ഡാൻസസ് ഉണ്ട്. എന്തൊക്കെയാണല്ലേ, കുറേ എൻ്റർടൈൻമെൻറ്റ് പാക്കേജസ് ആണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. സോ ഇന്നും അതുപോലെ തന്നെ കുറേ സിമിലർ ആയിട്ടുള്ള സർപ്രൈസുകൾ നിങ്ങളെ കാത്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സോ അതിന് റെഡി ആയിക്കോളൂ. നെക്സ്റ്റ് 1 hour എവിടെയും പോകേണ്ട കുറേ സർപ്രൈസ് എലമെൻറ്റ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കലേഷ് ചേട്ടനെ. കലേഷ് ചേട്ടാ, സ്വാഗതം. സ്വാഗതം കലേഷ് ചേട്ടാ. ഗവി ബോയ്. അപ്പോൾ ഗവി ഗേളായിട്ട് നമ്മളെ ഞെട്ടിച്ച സുന്ദരി എന്നെ ഇന്ന് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഞാൻ ആലോചിച്ചിട്ട് ഇന്ന് കിട്ടിയൊരു പ്രധാന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമൃത TV പണ്ട് എനിക്കൊരു പണി തന്നിട്ടുണ്ട്. പണ്ട് ഞാൻ മജീഷ്യനാണെന്നൊക്കെ പറഞ്ഞ് വലിയ ജാടയൊക്കെ ഇട്ട് ബൈക്കിലൊക്കെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് കുക്കറി ഷോ ഏൽപ്പിച്ചു. പക്ഷേ ഭാഗ്യത്തിന് അത് ഹിറ്റായി, ഭയങ്കര ഹിറ്റായിരുന്നു. അതെ, വലിയ ഹിറ്റായി. പിന്നെ അമൃതയിൽ അതിന് ശേഷം ചെയ്ത എല്ലാ പരിപാടികളും ഹിറ്റായി, ബാക്ക് ടു ബാക്ക് എല്ലാം ഹിറ്റായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഈശ്വരനോടുള്ളൊരു പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വര ഇതൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഹിറ്റാക്കി തരണേ. ഓഹോ, അപ്പൊ ഹിറ്റാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇപ്പോഴേ ആദ്യമേ അഡ്വാൻസ് പറഞ്ഞു വെച്ചതാണല്ലേ? ക്രെഡിറ്റ് ഒന്നുമല്ല, കലേഷേട്ടന്റെ ലക്ക് കൊണ്ടാണ് അത് ഹിറ്റ് ആവാനുള്ള സാധ്യത. ഒന്നുമല്ല, ഈ രാശി വെച്ചിട്ട് ഞാൻ പേയ്മെന്റ് കുറച്ചുകൂടെ കൂടുതൽ ചോദിക്കാം. ഓഹോ, ഇപ്പൊ മനസ്സിലായി. ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആർട്ടിസ്റ്റുകളാണ് ഈ വേദിയിൽ പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആർട്ടിസ്റ്റുകൾ ഇങ്ങോട്ട് പെർഫോം ചെയ്യാനായിട്ട് എത്തിച്ചേരാൻ പോവാണ്. കലേഷേട്ടാ, നമ്മൾ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? ഇത് പറഞ്ഞത് കലേഷേട്ടൻ തന്നെയാണ്, മറന്നുപോയോ? ആണ്, ശരിയാണ്. പക്ഷേ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വാചാലനായി പോകും. സോറി. ഓക്കെ, മണി മുഴങ്ങി കഴിഞ്ഞു. പെർഫോമൻസ് അല്ല കലേഷേട്ടാ, ഒരു സെക്കൻഡ് അങ്ങോട്ടേക്ക് നോക്കൂ. ഗസ്റ്റ് ആരാ എത്തിയിട്ടില്ല? ആരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോടും പറഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെ ഇപ്പൊ ശരിയാവുക? നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി, ഗസ്റ്റ് റെഡി അല്ലേ കേട്ടോ? എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഒന്നിച്ചെടുത്തു കളിനകത്തു ചില്ലിക്കളച്ചതല്ലേ, ഉന്നം മറന്നു തിങ്ങിപ്പറന്ന പൊന്നിങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കളിനകത്തു ചില്ലിക്കളച്ച. Time to slow it down one bit like this. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. കസ്തൂരി കസ്തൂരി ശിങ്കാരി കളിയാടാൻ വാ. നമസ്കാരം. നമസ്കാരം.
ജഗദീഷേട്ടാ ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോയി. ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ഞങ്ങളിങ്ങനെ ആരാണ് നമ്മുടെ ഇന്നത്തെ ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ജഗദീഷ് ചേട്ടൻ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നെന്ന് പഴയ വിഷ്ണു ലോകം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സൈക്കിളിലൊക്കെ പോകുന്നു. ഒരു രസം ചേഞ്ച് ആണല്ലോ. ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് എന്നുള്ള ആശയം തന്നെ പുതുമയുള്ളതാണ്. അപ്പോൾ ഒരു രസമുള്ള രീതിയിൽ ആദ്യമേ വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചേർന്ന് ഒരു വലിയ കയ്യടി. ഞാൻ ഈ ഷോയിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സർക്കസ് എന്ന് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ മനസ്സിൽ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു കലയാണ്. വിഷ്ണു ലോകത്തിലെ സൈക്കിളജ്ഞക്കാരൻ. അത് സർക്കസിന്റെ അങ്ങനെ ഒരുപാട് സിനിമയിലുണ്ട്. വിഷ്ണു ലോകത്തിലുണ്ട്, മാന്ത്രികത്തില് മോഹൻലാലിനോടൊപ്പം. അല്ല, വേറൊരു കാര്യം, ജഗദീഷന്റെ ഫസ്റ്റ് മൂവി മാജിക് ആയിട്ട് തന്നെ ഒരു കണക്ഷൻ ഉള്ള ഒരു സംഭവമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതെ, പിന്നെ ഗുരുശിഷ്യനിലെ നായകനായിരുന്നു. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഈ മാജിക്കും സർക്കസുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സർക്കസുമായി ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മേരാ നാം ജോക്കർ ക്ലാസിക് സിനിമയാണ്. ഹാഥി മേരെ സാഥി നിങ്ങളുടെ ജനറേഷനൊക്കെ എത്രത്തോളം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ ഒരു രസകരമായിട്ടുള്ള പാട്ടുണ്ട്. ദുനിയ മേരെ നഹേ തോ കാം കർ പ്യാരെ ഹാത്ത് ജോഡ് സബ്കോ സലാം കർ പ്യാരെ ദുനിയ മേരെ നഹേ തോ കാം കർ പ്യാരെ ഹാത്ത് ജോഡ് സബ്കോ സലാം കർ പ്യാരെ വरना ये दुनिया जीने नहीं देगी खाने नहीं देगी पीने नहीं देगी खेल कोई नया सुबह शाम कर प्यारे कि हाथ जोड़ सबको सलाम कर प्यारे वरना ये दुनिया जीने नहीं देगी खाने नहीं देगी पीने नहीं देगी दुनिया में रहना है तो काम कर प्यारे हाथ जोड़ सबको सलाम कर प्यारे वरना ये दुनिया जीने नहीं देगी खाने नहीं देगी पीने नहीं देगी. Thank you orchestra, thank you very much. ഡയലോഗ് പറഞ്ഞില്ല, കാക്കയുടെ എഫക്റ്റ് കാണിച്ചു. ഓക്കെ, വെരി ഗുഡ്, വെൽ ഡൺ. ഓക്കെ, എൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹരിഹർ നഗറിലെ ആ എൻട്രി തന്നെ നിങ്ങൾ അവതരിപ്പിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല സിമ്പിൾ ഡ്രസ് ധരിക്കുന്നത് ഡോണ്ട് ദേ ലൈക്ക്, അതുകൊണ്ടാണ് ടൈ ഒന്നും ഇല്ലാതെ ഞാൻ വന്നത്. ഓഫ് കോഴ്സ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് എന്നുള്ള ഈ ആശയത്തിന് ഞാനൊരു വലിയ സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം കേരളത്തിൽ എത്രയോ സർക്കസ് കലാകാരന്മാരുണ്ട്, മാജിക് കാണിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് പറയാൻ ഇതുവരെ ആരും തയ്യാറായില്ല. അവർക്ക് വേണ്ടി ഒരു ഷോ എന്ന ആശയത്തിന് നമുക്കെല്ലാവർക്കും ഒരു വലിയ സല്യൂട്ട് കൊടുക്കാം. കാരണം അതിൽ സന്തോഷമുണ്ട്, ഇമോഷൻസും ഉണ്ട്, കുറച്ച് സെൻറ്റിമെൻസും ഒക്കെ ഉണ്ട്. കാരണം ഒരുപാട് ജീവിതത്തിൽ നാട്ടിൽ നിന്നൊക്കെ അകന്ന് അവരെന്നും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സർക്കസ് ഇന്നിവിടെ, നാളെ ഡൽഹിയിലായിരിക്കും, മറ്റന്നാൾ ജബൽപൂർ, കൽക്കട്ട, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മാത്രമല്ല സർക്കസ് എന്ന കല തന്നെ ഇപ്പോൾ കുറച്ച് അത്ര നല്ല അവസ്ഥയിലല്ല. അതെ, നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. വന്യമൃഗങ്ങളെയൊന്നും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങൾ അവർക്കുണ്ട്. ഇപ്പോൾ ശരിക്കും കേരളത്തിൽ നിന്ന് ആൾ പോലും സർക്കസിലേക്കോ മാജിക്കിലേക്കോ വരുന്നില്ല. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളും പണ്ട് ഏറ്റവും കൂടുതൽ സിനിമാക്കാർക്ക് ഭീഷണി എന്ന് പറയുന്നത് സർക്കസാണ്. ഒരു നല്ല സിനിമ ഇറങ്ങുമ്പം സർക്കസ് ഉണ്ട്, അതുകൊണ്ട് കളക്ഷൻ എങ്ങനെ വരുന്നു പറയാൻ പറ്റും. ഒരാഴ്ച മാറ്റി റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. ഉത്തരക്കണ്ട മൈതാനത്തിലൊക്കെ സർക്കസ് വരുമ്പോൾ അവിടെ ഒരു 10 സിനിമയ്ക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ ചിലർ പറയും സർക്കസ് വന്ന് കാരണം അത്ര കളക്ഷൻ കയറുന്നില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ഭീഷണിയൊന്നുമില്ല. സർക്കസ് ചെറിയ ചെറിയ പ്രദേശങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ഏതായാലും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കാം. ഡാൻസിങ് ടീം, ഓർക്കസ്ട്ര എല്ലാവരും റെഡിയായിരിക്കുക. സർക്കസിനെ കുറിച്ചും മാജിക്കിനെ കുറിച്ചും അതിൻ്റെ ഹാസ്യത്തിനെ കുറിച്ചും അതിൻ്റെ റിയാലിറ്റിയെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം, ഇന്ററാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജഗദീഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. വരൂ. ഇന്നിനി ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ പെർഫോം ചെയ്യാൻ പോകുന്ന ആള് ഒരു സുന്ദരിയാണ്, ഒരു കൊച്ചു സുന്ദരി. ഒരു 14 വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരു സുന്ദരിയാണ്. ഈ സുന്ദരിയുടെ പ്രത്യേകത, ഈ പ്രായത്തിനുള്ളിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ ആളാണ്, തമിഴ്നാട് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ ആളാണ്. അത് മാത്രമല്ല എന്നോടൊപ്പം പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പ്രായത്തിനുള്ളിൽ തന്നെ ഒരു 500 വേദികളിലെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു കണ്ടോഷൻ ആർട്ടിസ്റ്റ് ആണ്. കണ്ടോഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ മൂക്കിത്തൊടുക? ഈ കണ്ടോഷൻ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ മൂക്കിത്തൊടുക. ഇത് മാത്രമല്ല, കാലെടുത്ത് മൂക്കിത്തൊടും.
എനിക്ക് ഇങ്ങനെ പോലും മുക്കിത്തോടാൻ പറ്റും. പ്രയാസമല്ലേ? അതെ, അപ്പൊ പിന്നെ അത് എന്തൊരു ആക്ട് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ പേര് പറയാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പൊ പിന്നെ ഇത് ഒന്ന് പറഞ്ഞു നോക്ക്. വേണ്ട, നമുക്ക് അപ്പൊ പ്രോഗ്രാമിലേക്ക് ഇനി വൈഷ്ണവിയെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. To Vegas to the payers just to forget my scars. It made me shitty. I can enjoy speed, I'm nifty. I hope I live till I'm 50. See my city girl, quit to the pretty. വൈഷ്ണവി പുറത്തിറക്കണ്ടേ? അതെ, പുറത്തിറക്കണം. വൈഷ്ണവി പുറത്തിറങ്ങിക്കോളൂ. വൈഷ്ണവി നമ്മൾ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയൊക്കെ ഇതിൽ കൂടെ ദൈവം അതെ ദൈവം ചിലരെ എല്ലോട് കൂടി സൃഷ്ടിക്കും, ചിലരെ എല്ലില്ലാതെയും സൃഷ്ടിക്കും. പിടിച്ചു നോക്കിയതാണ് എല്ലൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പോ ഇത്രയും വലിയ എന്താ പറയാ, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് അങ്ങനെയല്ല, ഇതിന്റെ എന്തൊക്കെയാണ് കാണിച്ചത്. ഞങ്ങൾ അവിടെ ഇങ്ങനെ വണ്ടർ അടിച്ചിട്ട് എപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഈ ബോയിയെയും വിഷയെയും ആൾക്കാരുടെ പ്രശംസയൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്യും. വൈഷ്ണവി വന്നു കഴിഞ്ഞാൽ വൈഷ്ണവിക്ക് ഒരു ചെറിയ നാണമൊക്കെ വരും, എല്ലാവരും കൂടെ ഒരുമിച്ച് കൈയടിക്കുന്നു ഇല്ലേ?
ഭയങ്കര ഷൈ ആയിട്ട് സ്റ്റാർട്ടിങ് ജഗദീഷ് ഏട്ടാ. നിന്നപ്പോ അതെ. ഇത്രയും വലിയൊരു സംഭവമാണ് ഉള്ളില്. ഈ പിന്നെ ചിലരെ എല്ലോട് കൂടി സൃഷ്ടിക്കും, ചിലരെ എല്ലില്ലാതെ സൃഷ്ടിക്കും. എങ്ങനെയുണ്ടായിരുന്നു കണ്ടോഷൻ ആക്ട്? ഒരുപാട് റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അതിലൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇനിയും ഒരു എയിം ഉണ്ടാവുമല്ലോ, ആംബിഷൻ ഉണ്ടാവുമല്ലോ. വാട്ട് നെക്സ്റ്റ്? Guinness record and Olympics. Oh, Guinness record and Olympics. A big hand for that. തീർച്ചയായിട്ടും എയിം ഹൈ എന്നാണ് പറയാറുള്ളത്, അല്ലേ കലേഷ്? അതെ. ശ്രീത, അത് അങ്ങനെയല്ലേ പറയാറുള്ളത്? എയിം ഹൈ. ഇപ്പോൾ ഒളിമ്പിക്സ് എന്നുള്ളത് ഇപ്പോൾ അത് പ്രാപ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് വൈഷ്ണവിയെ സംബന്ധിച്ചിടത്തോളം. ദ വേ ഷീ ഈസ് ഗോയിങ്, തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ഒളിമ്പിക് മെഡൽ നേടിത്തരാൻ വൈഷ്ണവിക്ക് കഴിയും. ഒരു മെഡൽ എന്നല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് മെഡൽ നേടിത്തരാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാണ്. ഓക്കെ, ഗുഡ്. വൈഷ്ണവി ഇപ്പോൾ കുട്ടിക്കാലമാണ്. വൈഷ്ണവിയുടെ 14ാമത്തെ വയസ്സാണിത്. ഈ പ്രായത്തിൽ 9 വയസ്സ് തൊട്ട് ഓയിലി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ്. കൊതിയൊക്കെ വരുമെങ്കിൽ പോലും ആ കൊതിയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വൈഷ്ണവി അതില്ലാത്ത ഫുഡാണ് ബൊഫേക്ക് പോലും എടുത്ത് കഴിക്കുക. നമുക്ക് ഈ ഏജിൽ പോലും ഒന്നും പറ്റില്ല. പറ്റുന്നില്ല, അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ഇല്ല. അപ്പൊ ഇത്ര ചെറിയ ഏജിൽ നമുക്ക് ചോക്ലേറ്റ്സ് കഴിക്കണം. ഇതേപോലെ ഒരുപാട് എഫേർട്സ് ഒക്കെ എടുത്ത് മെഡൽ നേടുമ്പോൾ ഒളിമ്പിക്സിന്റെ അവിടെ നാഷണൽ ഫ്ലാഗ് പറക്കും. അപ്പോൾ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ വന്ന ഈ നിമിഷം കൂടി ഒന്ന് ഓർക്കണം. ഓർക്കില്ലേ? ഞങ്ങളെയൊക്കെ ഓർക്കണം. അപ്പോൾ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന് ഇത് അഭിമാന നിമിഷമാണ്. വൈഷ്ണവി ഇപ്പോൾ അതെല്ലാം ത്യജിച്ചിരിക്കുകയാണെങ്കിലും വൈഷ്ണവി ആ മെഡലൊക്കെ മേടിച്ച് ജഗദീഷ് ഏട്ടൻ പറഞ്ഞ പോലെ എന്താണ് ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ പതാക പാറി കളിക്കുമ്പോൾ നമ്മളെയൊക്കെ ഓർക്കണം. ശരിക്കും വിജയം, ശരിക്കും എന്താണ് നമ്മൾ ആഗ്രഹമാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ആ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും, നമ്മുടെ പ്രേക്ഷകരും. ഒരുപാട് 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 സന്തോഷം. താങ്ക് യു മോളെ. അതെ, നല്ല ചൂട് ചായയും ചൂട് പഴംപൊരിയും വന്നിട്ടുണ്ടെന്ന് കേട്ടോ. ബ്രേക്ക് എടുത്താലോ? പിന്നെ തീർച്ചയായിട്ടും ഒരു ചെറിയ ബ്രേക്ക് എടുത്ത്, ചെറിയ ബ്രേക്ക്. Good spirit, please come. 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 അപ്പൊ ഇനി എന്താണ് നമ്മുടെ നെക്സ്റ്റ് പെർഫോമൻസ്? ഇനി വരാൻ പോകുന്നത് മാജിക്. മാജിക്, ഓക്കേ. മാജിക് ആണോ? ജഗ്ലിംഗ്. ജഗ്ലിംഗ് ആ? മാജിക് അല്ല, ജഗ്ലിംഗ് ആണ്. ഓക്കേ. മെന്റലിസം. എന്താണ് ആക്ച്വലി? ടീച്ചിങ്. അപ്പൊ ശരിക്കും എന്താണ് ചെയ്യാൻ പോകുന്ന ആള്? അടുത്തതായി വേദിയിലേക്ക് വരാൻ പോകുന്ന ആള് ഷെറിനാണ്. അദ്ദേഹം കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഷെറിൻ എന്താ ചെയ്യുന്നത്? അല്ലല്ല, ഒരു സെക്കൻഡ്. എന്ത് ചെയ്താലും അത് ഗംഭീരായിരിക്കും, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. എന്താ ഗ്യാരണ്ടി? കാര്യം ഞാനും കാലടി ശ്രീശങ്കര കോളേജിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പിന്നെ എന്താണെങ്കിലും മോശം വരാൻ സാധ്യതയില്ല. യൂണിവേഴ്സിറ്റി ആണെങ്കിലും കോളേജ് ആണെങ്കിലും ഒക്കെ നന്നായിരിക്കും. എനിക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. എന്റെ അടുത്ത സുഹൃത്താണ് വരാൻ പോകുന്നത്. സ്വാഗതം ചെയ്യുന്നു ഷെറിൻ. ജഗദീഷ് സാർ, കേരളത്തിൽ അങ്ങനെ പരിചയമില്ലാത്ത ഒരു കലാസൃഷ്ടിയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് പ്രേതാവാഹന വിദ്യ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് പേടിച്ചേക്കാം.
പ്രേത ആവാഹക വിദ്യ. അതെ, ഓക്കെ. പ്രേതത്തെ ആവാഹിക്കുന്ന തരത്തിലുള്ള വിദ്യ. ഇതിന് സിയാൻസ് എന്നാണ് പറഞ്ഞിരുന്നത്. 18ാം നൂറ്റാണ്ടിൽ വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതലായിട്ടും ഇത് ചെയ്തു വന്നിരുന്നത്. ഓക്കെ. ആത്മാവിനെ വിളിച്ച് കാര്യങ്ങളെ അന്വേഷിക്കുക, അവിടെ മറ്റേ ലോകത്ത് അതർ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കലാരൂപമായിരുന്നു, ഒരു വിദ്യയായിരുന്നു സിയാൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിയാൻസിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷ്വലൈസേഷൻ, അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്നും പേടിക്കേണ്ട, എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. സിയാൻസിന് വേണ്ടിയിട്ട് എനിക്ക് രണ്ടുപേരെ ആവശ്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വരാമോ സ്റ്റേജിലേക്ക്? ഓക്കെ, ഓഡിയൻസിൽ നിന്ന് രണ്ടുപേര് പ്ലീസ്. അപ്പോൾ ഇവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? അനീജ. അനീജ. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്? ട്രിവാൻഡ്രം തന്നെയാണ്. അനീജ എന്നെ മുൻപ് പരിചയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇത് ഓഡിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താ പേര്? പേര് ആതിര. ഓക്കെ, ആതിര. ആതിരയും തിരുവനന്തപുരത്ത് നിന്ന് വരാം. ഓക്കെ, ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ വിദ്യ, ആതിര ഒന്ന് ഇവിടെ ഇരിക്കാമോ? ആതിരയുടെ കയ്യിൽ ഒരു ബോക്സ് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഒരു കാരണവശാലും എന്ത് സംഭവിച്ചാലും ആതിര ഈ ബോക്സ് താഴെ കളയരുത്. ഓക്കെ, ഡോണ്ട് വറി, ഒന്നും സംഭവിക്കില്ല. ഇത് പിടിച്ചോളൂ, കൈ നീട്ടി കണ്ടു പിടിച്ചോളൂ. ഈ ബോക്സിൽ എന്താണ് എന്നുള്ളത് ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഇല്ല, അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇതിനകത്ത് 2 സ്ലേറ്റുകളാണുള്ളത്. ഈ സ്ലേറ്റിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അത് കൂടാതെ, ഈ സ്ലേറ്റ് കൂടാതെ എൻ്റെ കയ്യിലുള്ളത് ഒരു ചോക്ക് കൂടിയാണ്. ഓക്കെ, ഈ സ്ലേറ്റിനെ ഞാൻ ഇവിടെ വെച്ചേക്കും, ചോക്കും ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അടയ്ക്കുന്നു. ഓക്കെ, ഇതിവിടെ കയ്യിൽ പിടിച്ചോളൂ കേട്ടോ. അനീജ അല്ലേ? അനീജ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. എൻ്റെ കയ്യിൽ ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ഡെഡ്, മരണത്തിൻ്റെ പുസ്തകം എന്ന ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ഡെഡിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ, ഇതൊരു പഴയ ബുക്കാണ്, അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ഇതിലെ എല്ലാ വരികളും എല്ലാ പേജുകളും ഡിഫറൻ്റ് ആണോ ഒന്നൊന്ന് നോക്കുക. ഓഡിയൻസിന് വേണ്ടിയാണ് നോക്കുന്നത്, അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കണം. ഇൻട്രൊഡക്ഷൻ എല്ലാം ഗോൺ ഹണ്ടിങ് അല്ലേ? ഓരോ പേജുകളും ഡിഫറൻ്റ് ആണല്ലേ? വാക്കുകളെല്ലാം ഡിഫറൻ്റ് ആണ്. ഇപ്പുറത്ത് വരാമോ? ഇതിനകത്ത് എവിടെയെങ്കിലും വരുമ്പോൾ അനിജയ്ക്ക് തോന്നുമ്പോൾ, ഇത് അനിജയുടെ ചോയ്സാണ്, ഇതൊരു ഫ്രീ ചോയ്സാണ്, റാൻഡം ചോയ്സാണ്. എവിടെയെങ്കിലും വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് പറയാമോ? സ്റ്റോപ്പ് ഹിയർ അല്ലേ? അടുത്ത പേജിലേക്ക് പോകണോ അതോ പുറകോട്ട് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ? പുറകോട്ട് പോകാം. സ്കെപ്റ്റിക്കാണല്ലേ? കുഴപ്പമില്ല. ഇനിയും പുറകോട്ട് പോകണോ? വേണ്ട, ഇതാണ് പേജ് വേണ്ടതല്ലേ? അനിജ ചെയ്യേണ്ടത്, ഞാൻ ഈ ബുക്ക് മാർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വരുമ്പോൾ അനിജ ഒന്ന് സ്റ്റോപ്പ് പറയണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് അനിജയുടെ ഫ്രീ ചോയ്സ് ആണ്, ഒരു റാൻഡം ചോയ്സ് ആണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വരുമ്പോൾ സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, ലെഫ്റ്റോ റൈറ്റോ വല്ലതും പോകണോ? വേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതിയോ? ഓക്കെ, എക്സാക്ട്ലി അവിടെ ഉള്ള വേർഡ് എന്താണെന്നുള്ളത് പറയൂ. Forgive me. എന്താണ് forgive me എന്നുള്ള വാക്കിന്റെ അർത്ഥം? ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക അല്ലേ? അടുത്ത പേജ് എടുത്ത് നോക്കുക. ഇൻ കേസ് അനിജ എടുത്തിരുന്നത് ഈ പേജ് ആയിരുന്നെങ്കിൽ അവിടെ forgive me എന്നൊരു വാക്ക് കാണുന്നുണ്ടോ? കൃത്യമായിട്ട് നോക്കണം. ഓഡിയൻസിന്റെ കണ്ണാണ് നിങ്ങൾ. ഇല്ല, കുഴപ്പമില്ല, എന്നാലും ഒന്ന് ഓടിച്ചു വായിച്ചോളൂ, പെട്ടെന്ന് നോക്കൂ. എല്ലാ വരികളും ഡിഫറെൻ്റ് ആണല്ലേ? അനിജയ്ക്ക് തോന്നിയൊരു സ്ഥലത്താണ് സ്റ്റോപ്പ് പറഞ്ഞത്. വേണമെങ്കിൽ അടുത്ത പേജ് നോക്കാം, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒരു പേജ് ഓപ്പൺ ചെയ്തു എവിടെയെങ്കിലും. ആ പേജ് നോക്കിയോളൂ. ഇതൊരു എല്ലാ വരികളും എല്ലാ പേജുകളും ഡിഫറെൻ്റ് ആണ് എന്ന് ഓഡിയൻസിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് പറയുന്നത് അല്ലേ? എന്തായിരുന്നു അനിജ സെലക്ട് ചെയ്ത ആ വാക്ക്? Forgive me എന്നാണ് ആ വാക്ക്. അത് നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഓക്കെ, ഇനി അനിജ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒരു പണിയാണ്. ഓക്കെ, പേടിയൊന്നുമില്ലോ? ഒന്നും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. ഓക്കെ, അനിജ എൻ്റെ ഒപ്പം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയണം. എന്താ പറയുന്നത്? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഈ മെഴുകുതിരിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം പറയാൻ. വരൂ, പറഞ്ഞോളൂ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit, please come.
Good spirit, please come. Good spirit, please come. Good spirit, please come. എല്ലാവരും ഓഡിയൻസ് എല്ലാവരും good spirit, please come. നിങ്ങൾ വിളിക്കുന്ന അനുസരിച്ചാണ്, നിങ്ങളുടെ പവർ അനുസരിച്ചാണ് സ്പിരിറ്റ് വരുന്നത്. Good spirit, please come. 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 കലേഷ്, ഇത് കുട്ടികളെയല്ല, കൈയടിക്കരുത്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്പിരിറ്റ് വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു സിമ്പിളാണിത്. മെഴുകുതിരി കെടുക. ഇതിപ്പോൾ നമ്മളൊരു പബ്ലിക് വേദിയിലായതുകൊണ്ടാണ്. സാധാരണ ഇത് ഇരുട്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആളുകൾ പേടിക്കുകയും മാനസിക പ്രശ്നങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതൊരു എവിഡൻസ് മാത്രമാണ്. സ്പിരിറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ്. ഇത് കൂടാതെ നമുക്ക് ഒരു എവിഡൻസ് കൂടി ചോദിച്ചു നോക്കാം. എന്തായിരുന്നു ആ വേർഡ് പറഞ്ഞത്? Forgive me. ഓക്കെ, അത് മറക്കരുത്. Forgive me, റൈറ്റ്? ആ വേർഡ് ഒരു ഫ്രീ ചോയ്സ് ആയിരുന്നു. ഈ ബുക്കിനകത്ത് മോർ ദാൻ കൂടുതൽ അല്ലേ, 1,00,000 കൂടുതൽ വാക്കുണ്ടാവും ഒരു ബുക്കിനകത്ത്. അതിൽ നിന്ന് ഒരൊറ്റ വാക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് forgive me, റൈറ്റ്? എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ? ഇല്ല. താങ്ക് യു. ഇവിടെ ആ സ്ലേറ്റിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചിരുന്നു, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെയുള്ളത് എന്തോ ആണ്. ഒരു കാര്യം പറയാതെ ഈ ആക്ട് ഇവിടെ അവസാനിപ്പിച്ചാൽ ശരിയാവില്ല. ഇവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം മാത്രമാണ്. ഇവിടെ ആത്മാവിനെ വിളിച്ചു വരുത്തുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇതൊരു മനഃശാസ്ത്രവും മാജിക്കും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കല മാത്രമാണ്. ഇവിടെ പ്രേതം വന്നിട്ടില്ല, ഇതൊരു കല മാത്രമാണ്. 18-ാം നൂറ്റാണ്ടിലെ ഈ ഒരു സിയാൻസിനെ കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു വിഷ്വലൈസേഷൻ അത്രമാത്രമാണ്. ഇത് കണ്ടിട്ട് ആരും ആത്മാവ് ഇവിടെ വന്നു എന്ന് ഭ്രമിക്കരുത്. താങ്ക് യു വെരി മച്ച്. ഈ ആക്ടിൻ്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ തയ്യാറാണോ? ഈ ആക്ടിലേക്ക് പോയ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വെളിപ്പെടുത്താം. കാരണം ഞാൻ എൻ്റെ എംഫിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഓജോ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഞാൻ നടത്തിയിരുന്നത്. ഓക്കെ. അന്ന് ഓജോ ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ അതൊരു ബ്രെയിൻ്റെ ആക്ടിവിറ്റിയാണ്. ഇഡിയോ മോട്ടോർ റെസ്പോൺസ് അങ്ങനെ പഠനം നടത്തുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വായിച്ചപ്പോൾ ഈ മാജിക്കിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം മാജിക്കൽ ട്രിക്സാണ് എന്ന് മനസ്സിലായി. മിക്കവാറും ഇതെല്ലാം ചെയ്തിരുന്നത് മജീഷ്യന്മാരായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തു, ഞാനൊരു സിയാൻസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും ഇരുട്ടുള്ള റൂമിലായിരിക്കും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് വെളിച്ചത്തിൽ ഒരു വേദിയിൽ ഞാനിത് അവതരിപ്പിക്കുന്നത്. ഇരുട്ടുള്ള മുറിയിൽ ഇങ്ങനെ വെച്ച് ചെയ്യും. പക്ഷേ ഒരു ഒറ്റ കുഴപ്പമുള്ളത്, അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓഡിയൻസ് പേടിച്ചു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഭ്രമങ്ങളോ ഒക്കെ ഉണ്ടാവാം. ഈ ഒരു ആക്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ശരണ്യ വേണമെങ്കിൽ ഇത് പ്രേതത്തെ ആവാഹിച്ചു, വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ വളരെ സത്യസന്ധമായി ഷെറിൻ പറഞ്ഞു, ഇതിൽ ഒരു പ്രേതവുമില്ല, ആരെയും ആവാഹിച്ചിട്ടില്ല, നിങ്ങളുടെ മനസ്സിനെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല, ഇതിനകത്ത് മാജിക് കലർന്ന ഒരു ഇൻ്റലിജൻ്റ് ആക്ട് ആണെന്ന് തുറന്ന് സമ്മതിച്ചതിനാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം. ഓക്കെ സാർ. മോന് മുംബൈ പോലീസ് 50 ലക്ഷം തലയ്ക്ക് പ്രഖ്യാപിച്ചതെന്ന് പറയാണ്. 50 ലക്ഷം തലയ്ക്ക് പ്രഖ്യാപിച്ചപ്പോൾ കൈയും കല്ലൊക്കെ എന്തോരം വിലയായിരിക്കും. I don't
पित्तल दी ए दुनिया पित्तल दी बेबी डाल में सोने 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 दी ये दुनिया पित्तल दी ये दुनिया पित्तल दी നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഈ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പുറത്തുള്ള കലാകാരന്മാർ ഈ വേദിയിലേക്ക് വരാനായിട്ട് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാ കലാകാരന്മാർക്കും ഇതൊരു വലിയൊരു വേദിയായിരിക്കും. സ്ട്രീറ്റ് മാജീഷ്യൻസിന് അങ്ങനെ ഒരുപാട് പേർക്ക് അല്ലേ? അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ പ്ലാനിങ് സമയത്ത് ആദ്യത്തെ പ്ലാനിങ് സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ശരിക്കും ഞെട്ടിപ്പോയി. സാധാരണ മജീഷ്യൻസ് അവരൊരുക്കുന്ന വേദിയിലാണ് അവർ മാജിക് കാണിക്കാറുള്ളത്. ഇവിടെ അമൃത TV ഒരുക്കുന്ന വേദിയിൽ അവർ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് 100% നേരിട്ട് ബോധ്യപ്പെടുകയാണ് അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഉറപ്പായിട്ടും അല്ലേ? അതെ, നമ്മൾ ഒരുക്കുന്ന വേദിയിൽ അവർ വന്ന് പെർഫോം ചെയ്യാണ്. അവർക്ക് ഒരു എന്താ പറയാ, സാധാരണ ഇതിൽ അതിന്റെ പിന്നില് മറ്റേതായിരിക്കും, ഇതിന്റെ പിന്നില് അതെ ഇതിന്റെ താഴെ കുഴിച്ചിട്ടുണ്ടാവും, അതുവഴി ഇറങ്ങി പോവുമായിരിക്കും. ഇവിടെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള പ്രകടനങ്ങളാണ് ഇവിടെ അണിനിരക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ടാലൻസ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. കലേഷേട്ടാ, ഉച്ചയ്ക്ക് കഴിക്കാൻ തന്ന ചിക്കൻ കറിയിൽ ഒരു ഈച്ച ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. എന്താ ചേട്ടാ ഇങ്ങനെ കാണിക്കുന്നത്? കഴിക്കാനുള്ള സാധനമല്ലേ അത്? ഒരു പ്ലേറ്റ് നിറച്ച് മൊത്തം ചിക്കൻ ചത്ത് കിടക്കാം, അതിനകത്ത് ഒരു ഈച്ച ചത്ത് കിടത്തന്നെ ഈ ഭക്ഷണം മൊത്തം. അതിന് വേറെ ഒരു കംപ്ലൈന്റും ഇല്ല. കഷ്ടം. അതെ ചേട്ടാ, ഇനി മുതൽ ചിക്കൻ കറി വേണ്ട. കാരണം ഇപ്പൊ പക്ഷിപ്പനിയൊക്കെ ഉള്ളതല്ലേ, അപ്പൊ ഇനി കുറച്ച് നാളത്തേക്ക് ചിക്കൻ വേണ്ട. അയ്യോ, പക്ഷിപ്പനിയൊക്കെ ഇപ്പൊ വന്നോളൂ. ഈ ചിക്കൻ 4 മാസം മുമ്പ് ഞാൻ മേടിച്ചു വെച്ചതാ. ഒരു കംപ്ലൈന്റ് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ചിക്കനും വേണ്ട, ഒന്നും വേണ്ട ചേട്ടാ. ഞാൻ നമസ്കരിച്ചു. നമസ്കരിച്ചു നന്നായി. ഇദ്ദേഹം ചില്ലറക്കാരനൊന്നും അല്ല. ചില്ലറക്കാരനല്ല, അങ്കമാലി കബാലിയുടെ അങ്കമാലിയാണ് വീട്. അങ്കമാലിയാണ് വീട്. ചില്ലറക്കാരനാണോ? അങ്കമാലി എന്ന് പറഞ്ഞ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അങ്കമാലിക്കാരിനി കാസർക്കും. അല്ല, അങ്കമാലിയെ പറ്റി പറയുമ്പോ പുള്ളിയുടെ ഒരു ആവേശം കണ്ടില്ലേ? ഈ അങ്കമാലി കബാലിടാ അങ്കമാലിലാണ്. പിന്നെ അങ്കമാലിയിലാണ്. ഒറിജിനൽ കബാലി അധോലോക നായകനായിരുന്നു. അങ്കമാലി കബാലി കുക്കാണ്. അല്ലറ ചില്ലറ കുക്കൊന്നല്ല. ചില്ലറ കുക്കൊന്നുമല്ല. ഇദ്ദേഹത്തിന് ഒരുപാട് ഹോട്ടൽ ഉണ്ടായിരുന്നു. അല്ലല്ല കലേഷേട്ടാ, ഒരു സെക്കൻഡ്. ജയതിഷേട്ടന് കുടിക്കാൻ എന്താ ചായ എന്തെങ്കിലും കൊടുത്തിരുന്നോ? എനിക്ക് കുറച്ചു മുമ്പ് ഒരു ചായ കിട്ടി. അതിനകത്തൊരു ടേസ്റ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? ചായ ചായ ഓ ചായ 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 ഞാൻ മറന്നുപോയതാ. ചായ കുടിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ചിലപ്പോ മുതുകത്തൊരു മുഴയോ കഴുത്തൊക്കെ ഇങ്ങനെ നീണ്ടിട്ടേ ഇങ്ങനെ നടക്കാനൊരു സാധ്യതയുണ്ട്. ഒട്ടകത്തിന്റെ പാലാന്നേ. സർക്കസ് കൂടാരത്തിൽ ഒട്ടകം ഇഷ്ടം പോലെ കിടക്കാല്ലേ. ആളെ മനസ്സിലായോ? നമ്മുടെ ഇവിടുത്തെ കുക്കാണ്. കഴുതപ്പാല് തരാത്ത ഭാഗ്യം. അല്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. ജഗദീഷ് ചേട്ടാ, ഇദ്ദേഹം ചെറിയ ആളൊന്നും അല്ല കേട്ടോ. ഇദ്ദേഹം ഗൾഫിലാ വർക്ക് ചെയ്തിരുന്നത്. കുറച്ചാള് ഗൾഫിലായിരുന്നു. അവിടെ പാചകമായിരുന്നോ? അവിടെ പാചകം മാത്രമല്ല, സെക്യൂരിറ്റി കം പാചകമായിരുന്നു അറബിയുടെ. പിന്നെ എന്താ ഇങ്ങോട്ട് പോകുന്നത് ചേട്ടാ? അവിടെ തന്നെ നല്ല പണിയല്ലായിരുന്നു അത്? ഞാൻ പോന്നല്ല, പിന്നെ എന്നെ അവര് കേറ്റി വിട്ടതല്ലേ അവിടെ. അത് ദീപാവലി സമയത്ത് ഞാനൊന്ന് ദീപാവലി ആഘോഷിച്ചതാ. ഗൾഫിലെ ദീപാവലിയോ? ഗൾഫിലല്ലാന്ന്, പിന്നെ നാട്ടില് ദീപാവലി വന്നപ്പോ ഞാൻ ഗൾഫിലായിരുന്നല്ലോ, അവിടെ ഒന്ന് ദീപാവലി ആഘോഷിച്ചതാ. അറബിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, അറബി ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞൊരു കമ്പിത്തിരി കത്തിച്ചിട്ട് കറങ്ങി ഒറ്റ
എണ്ണപ്പാടം കത്തി. നിന്ന് കത്തി. എന്നോട് ഹാപ്പി ദീപാവലി എന്ന് പറയാൻ പറഞ്ഞ അറബി ഹാ എന്ന് പറഞ്ഞോളൂ. അറബി നിന്ന് കത്തി. ഇപ്പൊ അറബി ഇപ്പൊ അവിടെ ഹാ ഇങ്ങനെ വെക്കുന്നുണ്ട് കത്തിക്കരിഞ്ഞ്. ഇവിടെ ഒരുപാട് ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ മേടിച്ചിട്ടിരുന്നു. ഇവിടെ പിന്നെ എന്താണ് ഒരു ഹോട്ടലും തുടങ്ങി. അത് പോരല്ലോ ജീവിക്കാൻ. അപ്പുറത്തൊരു കീടനാശിനിയുടെ കടയിൽ തുടങ്ങി. ഒരു ദിവസം കീടനാശി കടയിൽ ആളില്ല നിൽക്കാൻ. അപ്പൊ കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ബംഗാളി പയ്യനെ പിടിച്ച് നീ പോയി അവിടെ നിൽക്ക്, കീടനാശിനി കടയിൽ നിൽക്ക്. കഷ്ടകാല സമയത്ത് അവിടുത്തെ സ്ഥലം SI കീടനാശിനി മേടിക്കാൻ വന്നതാ. ബംഗാളി പയ്യനോട് കീടനാശിനി ചോദിച്ചപ്പോ അവൻ ഹോട്ടലിലാണ് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് SI ചോദിച്ചു, ഇപ്പൊ കഴിക്കാനാണോ അതോ പാഴ്സൽ കംപ്ലീറ്റും പൂട്ടി. അതോടുകൂടി ഞാൻ ഇവിടെ എത്തി. അതോടുകൂടി നമുക്ക് പണി കിട്ടി. ഈ സർക്കസിലെ ഒരുപാട് പേർക്ക് നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ ഇവിടുത്തെ അഭ്യാസങ്ങളൊക്കെ കാണിക്കാൻ കഴിയുള്ളൂ. അതിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കപാലിക്ക് കുടുംബം ഉണ്ടോ? മക്കള് ഒരാളാ എനിക്ക്. അയാൾ എന്ത് ചെയ്യുന്നു? അവൻ ലക്ഷപ്രഭു അല്ലേ സാറേ, ലക്ഷപ്രഭു. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. എവിടെയുണ്ട് ആള്? മുംബൈയിലാ. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് 2 പോലീസുകാർ വന്നേക്കാം. ആരാ? ചീഫ് കുക്കല്ലേ? ഞാൻ പറഞ്ഞ അതെ. ഇന്ന ആൾക്കടെ മോനല്ല. ഇന്ന ആൾക്കടെ മോനെ മുംബൈ പോലീസ് 50 ലക്ഷം തലയ്ക്ക് പ്രഖ്യാപിച്ചതെന്ന് പറയാണ്. 50 ലക്ഷം തലയ്ക്ക് പ്രഖ്യാപിച്ചപ്പോ കൈയും കല്ലൊക്കെ എന്തോരം വിലയായിരിക്കും. കളിക്കില്ല. അതെ ലക്ഷപ്രഭു, ഇന്ന് തന്ന വടയിലൊരു ബ്ലേഡ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ കണ്ടുപിടിച്ചോണ്ട് വായിലേക്ക് പോയില്ല, അല്ലെങ്കിൽ പണി പാളിയാണ്. കിട്ടി. രക്ഷപ്പെട്ടു. എന്ത് പറ്റി? നീ ആ നഖം ഏത് വടയിലാണോ? ഞാൻ വട കഴിച്ചില്ല. ഭാഗ്യം ഞാൻ വട കഴിച്ചില്ല. നന്നായി. ആ നഖം കൂടി കണ്ടുപിടിക്കായിരുന്നു നമുക്ക്. കപാലി, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ ബ്ലേഡ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഷേവ് ചെയ്ത് നീറ്റ് ആയിട്ട് നടക്കും. കപാലി നീറ്റ് ചെയ്ത കംപ്ലീറ്റും പോയില്ലേ, പരിപാടി പാളി. അതെ, വൈകുന്നേരത്തേക്ക് എന്താ കഴിക്കാൻ ചോദിച്ചു നന്നായി. ചപ്പാത്തി കുഴക്കാൻ വേണ്ടി ആനനെ ഏർപ്പാടാക്കിയിട്ട് ഞാൻ വന്നേക്കാം. ആന കുഴക്കൂ? ഇത്രയും സർക്കസ് കൂടല്ലേ എത്ര പേരുണ്ട്. ഇവർക്ക് ഒറ്റയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ആനയുടെ കയ്യിൽ സാധനം കൊടുത്ത ആന അത് കുഴച്ച് അവിടെ വെച്ചിട്ട് ചവിട്ടി നല്ല ശരിക്കാണ്ട് കുഴയ്ക്കും. എന്നിട്ട് തുമ്പിക്കൈക്ക് ഇങ്ങനെ 4 ഉരുട്ടി ഒരു കല്ലുമ്മ കയറ്റി വെച്ചിട്ട് കാൽക്കൈയിൽ ഒറ്റ പിളുക്ക. ആ കാലിന്റെ വലിപ്പത്തിൽ ആ സാധനം വരും. കേട്ടോ? ഒരു ആനയുടെ ചില്ലുമളി. ആന ചപ്പാത്തി പരുത്തി കഴിഞ്ഞു, ഞാൻ പോയി ചൂടട്ടെ. അതെ കപാലി, ചപ്പാത്തിക്ക് എന്താ കറി? ചപ്പാത്തിക്ക് കറിയാ? പരിപ്പടാ. ജനങ്ങളിലേക്ക് സന്ദേശം എത്തുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു അഭിനന്ദനം, അവർ ഈ വിഷയം ഉൾക്കൊള്ളുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുന്നത് തൃപ്തിയൊക്കെ ഒരു പത്മശ്രീക്കാട്ടിയും പലപ്പോഴും വലുതാണ്. മാജിക്കിന് മലയാളത്തിൽ എന്താ പറയുന്നതെന്നറിയോ? മാജിക്കിന് മാന്ത്രിക വിദ്യ എന്ന് പറയും. വേറൊരു പേര് മായാജാലം. വേറൊരു പേര് എന്റെ സ്റ്റോക്ക് കഴിഞ്ഞു. ഇന്ദ്രജാലം എന്നൊരു പേരുണ്ട്. ഇന്ദ്രജാലം. ശരിയാണ്. അതിനേക്കാളും വലിയ മാജിക്കിന് വേറൊരു പേരുണ്ട്. മഹേന്ദ്രജാലം. മഹേന്ദ്രജാലം. ഓ ശരിയാണ്. അപ്പൊ അത് മാസ്റ്റേഴ്സ് ഒക്കെയാണ് ചെയ്യുന്നത് ഈ മഹേന്ദ്രജാലം. ഇപ്പോ ഇനി വരാൻ പോകുന്ന പെർഫോമർ ഒരു മജീഷ്യനാണ്. അദ്ദേഹം ഇന്ദ്രജാലത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിൽ കൂടി ചേർത്ത ആളാണ്. ഇന്ദ്ര അജിത്ത്. വെൽക്കം ഇന്ദ്ര അജിത്ത്. സ്വാഗതം. എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നൊരു ഇനം എപ്പോഴും പറയുന്നുണ്ട് ലോകത്ത് ആദ്യമായി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ആദ്യമല്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി തന്നെ അവതരിപ്പിക്കുന്ന ഇനമാണ് മെൽറ്റിംഗ് മാജിക് എന്നാണ് പേര്. മെറ്റൽ പെനിട്രേഷൻ. ഒരു മെറ്റൽ പെനിട്രേഷൻ ആണ്. ഒരു ലോഹ തകടിലൂടെ 16 mm തിക്നെസ് ഉള്ള ഒരു ലോഹ തകടിലൂടെ മജീഷ്യൻ്റെ ഓരോ ഭാഗങ്ങളായി പുറത്തേക്ക് വരുന്ന ഒരു മാജിക്. അല്ല, ഭീകരമൊന്നുമല്ല. കാണുമ്പോൾ വളരെ ക്ലാസിക്കായിട്ടുള്ള നല്ല രസമുള്ള ഒരു മാജിക് തന്നെയാണ്. പേടിപ്പിക്കുന്ന മാജിക്കുകളൊന്നും അല്ല. ഈ പെനിട്രേഷൻ മാജിക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ തുളയ്ക്കൽ ജാലവിദ്യ മാജിക്കിൽ ഏറ്റവും
ഒരു ഏറ്റവും പാടുള്ള ഒരു ജാലവിദ്യാ വിഭാഗമാണ്. 13 എഫക്റ്റുകളാണ് നമുക്ക് മാജിക്കിലൂടെ സൃഷ്ടിക്കാൻ പറ്റുന്നത്. അതിലെ ഏറ്റവും പ്രയാസമുള്ള ഏറ്റവും പ്രയാസമുള്ള ഒരു ജാലവിദ്യയാണ്. അപ്പോൾ ഇന്ദ്രജിത്തിന്റെ ആ ജാലവിദ്യ, ക്ലാസിക് ജാലവിദ്യ എന്ന് പറയുന്ന ജാലവിദ്യ നമ്മൾ കാണാൻ പോവാണ്. മെറ്റൽ പെനിട്രേഷൻ. തകർത്തു സർ, തകർത്തു. നമ്മൾ മെറ്റൽ പെനിട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഇങ്ങനെ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതെ, കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ പുതുമയുള്ളൊരു ഇനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പുതുമയുള്ള ഇനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്നിലല്ല അഭിമാനം കാണുന്നത്, മറിച്ച് ഇവിടുത്തെ നമ്മുടെ നല്ല പ്രേക്ഷകരിലും അതുപോലെ തന്നെ മറ്റു മജീഷ്യന്മാരിലും ഒക്കെ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അവർക്കും ഇതുപോലെ പുതിയ പുതിയ ഇനങ്ങൾ കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ അതുപോലെ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടിയാണ്. എന്താ ഇന്ന് പ്രത്യേകത? ഒരു റെഡ് റിബൺ ഒക്കെ ഇന്നത്തെ പ്രത്യേകത അല്ല, ഇതെൻ്റെ കോട്ടിൽ ഏതെങ്കിലും ഒരു കോട്ടിൽ ഈ ഒരു സിമ്പിൾ ഉള്ളതാണ്. അത് HIV എയ്ഡ്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരു റിബണാണ്. അതിൻ്റെ സിംബോളിക്കാറുള്ള നമ്മുടെ വേൾഡ് എയ്ഡ്സ് ഡേക്ക് ധരിക്കുന്ന റിബണാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സാമൂഹിക രംഗത്ത്, സാമൂഹിക സന്ദേശ രംഗങ്ങളിൽ മാജിക് ഷോ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള വിഷയം HIV എയ്ഡ്സ് ആണ്. അപ്പോൾ ആ ഒരു അതിനെ ഓർത്തുകൊണ്ടാണ് ഈ റിബൺ ധരിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ എയ്ഡ്സിനെ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ഞാൻ മാജിക് നിർത്തണം. ഏതെങ്കിലും ഒരു സമയത്ത് ഈ റിബൺ മാറുക. ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇദ്ദേഹം ഒരു എത്ര വേദി ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരു 80% ചാരിറ്റി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ചില ആശയങ്ങളുണ്ട്. അത് സർക്കാർ പ്രാവർത്തികമാക്കുമ്പോഴത്തേക്ക് അതിഥിയായിട്ട് ക്ഷണിക്കുന്ന ഇന്ദ്രജിത്തിനെയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് വലിയ സാമ്പത്തിക ലക്ഷ്യത്തോടൊന്നും അല്ല ചെയ്യുന്നത്, കാരണം തുച്ഛമായ പൈസക്കൊക്കെ നമ്മൾ പലപ്പോഴും പോയി ചെയ്യുന്നത്. പക്ഷേ ജനങ്ങളിലേക്ക് സന്ദേശം എത്തുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു
അഭിനന്ദനം, അവർ ഈ വിഷയം ഉൾക്കൊള്ളുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുന്നത് തൃപ്തിയൊക്കെ ഒരു പത്മശ്രീക്കാട്ടിയും പലപ്പോഴും വലുതാണ്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന് ഇത്രയും ടാലന്റഡ് ആയിട്ട് അതുപോലെ തന്നെ ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ആർട്ടിസ്റ്റിനെ ലഭിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. എല്ലാവരും ചേർന്ന് ഇന്ദ്രരാജ്യത്തിന് വേണ്ടി വലിയൊരു കൈയടി. അപ്പൊ ഇനിയും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് ഉറപ്പായിട്ട് ക്ഷണിക്കും. സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷം. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് പേര് മാറ്റിയിട്ട് മഹേന്ദ്ര അജിത്ത് ശ്രമിക്കാം. നമ്മുടെ മാജിക്കും സർക്കസും കോമഡിയും ഡാൻസും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, നാളെയും തുടരുന്നതാണ്. This is Grand Magical Circus. Stay tuned. Now party with the group now, relax man. जब सारी दुनिया सो जाती है after party हो जाती है, after party के भी after जो चले ये वो बाकी है. सारी दुनिया सो जाती है after party हो जाती है, after party के भी after जो चले ये वो बाकी है. गानोत्सुकाय गानमत्ताय गानोत्सुक मनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमाय गुह्यप्रवराय गुरवे. ചില കാര്യങ്ങൾ ഇതിൽ നിന്നും അനുകരിക്കേണ്ട, പക്ഷേ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാം. ഈ തപസ്യ, ഈ ഹാർഡ് വർക്ക്, ഓയിൽ ഇല്ലാത്ത ആഹാരം കഴിച്ച് എയിം എന്ന് പറയുന്ന ഒളിമ്പിക് മെഡൽ നേടുക എന്നൊക്കെ പറഞ്ഞ വലിയ ലക്ഷ്യത്തോടെ ഇങ്ങനെ കുട്ടികൾ വരുമ്പോൾ അത് കണ്ട് നമ്മുടെ യുവതലമുറ, കൊച്ചു കുട്ടികളൊക്കെ അവർക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലായി തീരണം. വളരെ ശ്രദ്ധിച്ചു, ഉന്നം പിഴയ്ക്കാതെ വൃത്തിയായി കണ്ണുകളെല്ലാം തുറന്നു വെച്ച് വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ വെടിവെച്ചോളൂ. ലിഷ് ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആളാണ്. 90% കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാളാണ്, വിഷ്വലി ഇംപേർഡ് ആണ്.